ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, ഒരു വാക്കുപോലും മിണ്ടാതെ ദൂരത്തിരുന്ന് നെയ്തെടുത്തവ. വോവൻ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് പ്രിയയുടെയും രാഹുലിൻ്റെയും കഥ. KSRTC ബസ്സിലെ ആ പഴയ വിൻഡോ സീറ്റ്, അതായിരുന്നു പ്രിയയുടെ ലോകം. എല്ലാ ദിവസവും രാവിലെ 8:30 ബസ്സിൽ അവൾ അവനെ കാണും. രാഹുൽ, ആ പേര് പോലും അവൾക്കന്ന് അറിയില്ലായിരുന്നു. നീല ഷർട്ടും തോളിലൊരു ബാഗുമായി ബസ്സിൻ്റെ പിൻസീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന ആ രൂപം പ്രിയയുടെ ദിവസത്തിൻ്റെ തുടക്കമായി. ഒരിക്കൽ പോലും അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ നടത്തം, അവൻ്റെ കയ്യിൽ കരുതുന്ന പുസ്തകങ്ങൾ, ജനൽ കമ്പികളിൽ വിരലമർത്തി അവൻ ആലോചിച്ചിരിക്കുന്ന രീതി എല്ലാം പ്രിയ ഹൃദയത്തിൽ കുറിച്ചു വച്ചു. അവനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവളുടെ ആഗ്രഹം ഒരു കുസൃതിയായി തുടങ്ങി. ഒരു നാൾ അവൻ്റെ ബാഗിൽ നിന്ന് താഴെ വീണ ടാഗിൽ അവൾ ആദ്യമായി അവൻ്റെ പേര് വായിച്ചു, രാഹുൽ. ഒരു വശത്തു കൂടി പ്രണയം പൂക്കുമ്പോഴും മറുവശത്ത് അത് വെറും നിശബ്ദമായിരുന്നു. പക്ഷേ പ്രിയ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു അപരിചിതനിൽ നിന്ന് ഒരു സുഹൃത്തിലേക്കുള്ള ദൂരം അവൾ അളന്നു. ബസ്സിലെ തിരക്കിനിടയിൽ രാഹുൽ അറിയാതെ താഴെ വീണ ഒരു ചെറിയ മ്യൂസിക് അക്കാദമി ടാഗ്. അതായിരുന്നു പ്രിയയുടെ കയ്യിലുണ്ടായിരുന്ന ഏക സൂചന. ആ ടാഗിൽ കണ്ട രാഹുൽ എന്ന പേരും ഒരു ചെറിയ മൈക്കിൻ്റെ ചിഹ്നവും അവളുടെ ആകാംക്ഷ കൂട്ടി. വീട്ടിലെത്തിയ ഉടനെ അവൾ ഇൻസ്റ്റാഗ്രാമിൽ ആ പേരിനായി തിരഞ്ഞു. 100 കണക്കിന് രാഹുൽമാർക്കിടയിൽ നിന്ന് തൻ്റെ രാഹുലിനെ കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ഒടുവിൽ ഒരു പഴയ ഗിറ്റാറും പിടിച്ച് പാട്ടുപാടുന്ന ഒരു പയ്യൻ്റെ പ്രൊഫൈൽ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു. അത് അവൻ തന്നെയായിരുന്നു. അവൻ്റെ വീഡിയോകൾ ഓരോന്നായി കാണുമ്പോൾ പ്രിയ മറ്റൊരു ലോകത്തായിരുന്നു. അവൻ്റെ ശബ്ദം ഇത്രയും മനോഹരമാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു വശത്ത് അവൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ മറുവശത്ത് അവളും ഒരു പാട്ടിൻ്റെ താളം പോലെ അവനിലേക്ക് അടുക്കുകയായിരുന്നു. അവൻ്റെ പാട്ടുകൾക്ക് താഴെ വരാറുള്ള കമൻറ്റുകളിൽ നിന്ന് അവൻ പങ്കെടുക്കുന്ന പരിപാടികളെക്കുറിച്ചും പ്രിയ മനസ്സിലാക്കി. പക്ഷെ ഒരു മെസ്സേജ് അയക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. നാളെ ബസ്സിൽ അവനെ കാണുമ്പോൾ അവൻ്റെ പാട്ടുകൾ തൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടെന്ന സത്യം അവൾ എങ്ങനെ ഒളിച്ചു വയ്ക്കും?